ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സിമ്പിൾ റെസിപ്പീസ്. ഇന്ന് ഒരു ഈവനിങ് ടൈമിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. കൂടെ ഒരു റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടു നോക്കൂ. ഇന്ന് ഡിന്നറിന് നമ്മുടെ സിമ്പിൾ ഓംലെറ്റ് കറിയും അതിൻ്റെ കൂടെ തന്നെ ദോശയും ആക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ആ ഓംലെറ്റ് കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. 2 മുട്ട എടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് എടുക്കുകയാണ്. കറിവേപ്പില, പച്ചമുളക്, മല്ലിയില, പുതിനയില ഒക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, കുറേ നാൾ കേടുകൂടാതിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എടുത്തു കഴിഞ്ഞതിന് ശേഷം അതേ ടിഷ്യൂ പേപ്പർ വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ പച്ചമുളകിൻ്റെ മേലെയുള്ള ടിഷ്യൂ പേപ്പർ ആകെ നനഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നനഞ്ഞു കാണുമ്പോൾ പിന്നെ അത് യൂസ് ചെയ്യരുത്, അത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് മുഴുവനായിട്ട് കേടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ടിഷ്യൂ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുകയാണ്. പച്ചമുളകൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. 2 പച്ചമുളക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ 2 കൂടാണ് ബോക്സിൽ നിന്ന് എടുത്ത് അങ്ങനെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ്. കറിയിൽ പച്ചമുളക് മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഞങ്ങൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/2 കപ്പോളം തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ എടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകമാണ്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ ആവശ്യമുള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ കറി റെഡിയാക്കുന്നതിന് മുന്നേ ആദ്യം ഓംലെറ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഇതിനായിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പോഴാണ് മുട്ട ബീറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഓംലെറ്റ് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി റെഡിയാക്കാം. വളരെ കുറച്ച് ടൈം മതി കേട്ടോ, ഒരു 5 മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ ഈ കറി റെഡിയാക്കാനായിട്ട്. അപ്പോൾ കറിക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 8 വെളുത്തുള്ളിയല്ല ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. ചെറിയുള്ളിയൊക്കെ ഒന്ന് നല്ലോണം സോട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കണം. ഈ വേപ്പിലയുടെ ചെറിയുള്ളിയുടെ ഒക്കെ മണം, നല്ലൊരു മണം വരും അതിങ്ങനെ വഴറ്റി കഴിയുമ്പോൾ. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറാവുമ്പോഴാണ് നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇതാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ ഈ സമയത്താണ് നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കേണ്ടത്. അപ്പോൾ തേങ്ങ ചേർത്ത് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ആ ജാറൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ
ഈ ജാറിൽ പറ്റി പിടിച്ചിട്ടുള്ള തേങ്ങയൊക്കെ കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ എല്ലാം ഇട്ടിക്കോളും. അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ടൊക്കെ വടിച്ചെടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എളുപ്പമാണ്. അപ്പോൾ ഈ ട്രിക്കൊന്ന് ചെയ്ത് നോക്കൂട്ടാ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കുക, ഒക്കെ പാകമായോ എന്ന്. അതിന് ശേഷം ഒന്ന് തിള വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓംലേറ്റൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇഡ്ഡലിക്കുള്ള അരി ഉഴുന്നൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ 1 കപ്പ് അരിയും അതുപോലെ 1/2 കപ്പ് ഉഴുന്നും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം അതിൻ്റെ വെള്ളം മാത്രം ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ആ അരി ജാറിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച അതേ വെള്ളം തന്നെയാണ്, നല്ല വെള്ളമാണ് ഒഴിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതേ വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ മാവ് നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ 4 ടീസ്പൂണോളം ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും പിന്നെ നേരത്തെ മാറ്റി വെച്ച വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്ന് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കറി നന്നായി തിളച്ചപ്പോൾ അത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ്, ക്യാരറ്റും കുക്കുംബറും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ അതവിടെ റെഡിയാകുന്ന സമയം കൊണ്ട് ഇതും കൂടെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പണിയൊക്കെ തീർന്നു കിട്ടും. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിക്കാനും മടിയാവും. അപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് കഴിക്കാനും നമുക്ക് തോന്നുകയും ചെയ്യും. ആർക്കും ഒരു മടി ഉണ്ടാവില്ല, എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കുക്കിങ്ങിൻ്റെ കൂടെ ക്ലീനിങ്ങും കൂടെ ഒരുമിച്ചുണ്ട് ചെയ്യാം. അപ്പോൾ ഇനി അതിനാവശ്യമായിട്ട് എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കാം. പിന്നെ എളുപ്പമായിട്ടുള്ള ഒരു കറിയാണ്, സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല കോമ്പിനേഷനാണ് പത്തിരി, അപ്പം എന്നിവയുടെ കൂടെയൊക്കെ. നാട്ടിലൊക്കെ പത്തിരിയുടെ കൂടെയൊക്കെ നന്നായിട്ട് കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതുവരെ ഈ കറി ഉണ്ടാക്കാത്തവരൊക്കെ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ ഫ്രം സിമ്പിൾ റെസിപ്പീസ്.